പേര് പ്രോഫിറ്റ് ഷെയർ അല്ലേ? മറ്റൊരുത്തിന്റെ അധ്വാനത്തിന്റെ പങ്ക് നെയ്യ് അനങ്ങാതെ ഇരുന്ന് കൈപ്പറ്റാൻ നീ ആരാടാ? ബിസിനസ് ലോകത്ത് ഞാൻ ഇരുന്ന പൊസിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? എന്നോട് നീ ഇത് കാണിച്ചെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഗതി എന്തായിരിക്കും? നിന്റെ ഓഫീസിന്റെ തിണ്ണ നിറങ്ങി അവന്റെ ജന്മം പാഴാവില്ലേ? നീയൊന്നും മാപ്പർഹിക്കുന്നേ ഇല്ല. ബേറർ സർ, കഴിക്കാൻ എന്താ വേണ്ടത്? തൽക്കാലത്തേക്ക് കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നല്ലതാണ്. ഒന്ന് പോയ വെച്ചേ, മനുഷ്യനിവിടെ തീ പിടിച്ചിരിക്കുമ്പോഴാ ഒരു കൂൾ ഡ്രിങ്ക്സ്. തീയല്ലേ സർ, ചൂടല്ലേ? ഞാൻ തരാമെന്ന് പറഞ്ഞതും കൂൾ ഡ്രിങ്ക്സ് അല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോ എന്തെങ്കിലും വേണോന്ന് വെച്ചാ വിളിക്കാം. ഓക്കെ, താങ്ക് യു സർ. സർ, സാറിന് ഈ ബേററെ മനസ്സിലായോ? ബേററൊക്കെ എനിക്ക് മനസ്സിലായി, ഓർമ്മയുണ്ട്. സാർ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വല്ലാത്ത ചെയ്ത്താണ് സാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും. സാറ് പറഞ്ഞു കേട്ടല്ലോ, വല്ലാത്ത ചെയ്ത്തായി പോയെന്ന്. ഡിലീറ്റ് ചെയ്ത് കളയാൻ. ആ വീഡിയോ അത്ര പോരാന്ന്. എന്തോന്നാ കൊച്ചത്? ഒരു വീഡിയോ എടുക്കുമ്പോ വൃത്തിക്കെടുക്കണ്ടേ? സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സോറി സാർ, വീഡിയോ പിടിച്ചൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ചത്. അടുത്ത തവണ ഈ കൊച്ചു ശ്രദ്ധിച്ചോളൂ. അത് ശരി. അപ്പൊ നീയാണ് ഈ വീഡിയോ എടുത്തതല്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇതാരാണെന്ന് സാറിന് മനസ്സിലായോ? ഇതാണ് നിധി, എന്റെ നിധി. എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ഭാര്യ. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മോഹൻദാസ് സാർ തിരികെ പോകാൻ പോകുന്നത് സോയിൽ ടെസ്റ്റിംഗ് ഓഫീസിലേക്കല്ല, ജയിലിലേക്കാ. ദേവീത് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു അറസ്റ്റ് ഉണ്ടായാൽ എന്റെ ജോലി പോവും, സമൂഹത്തിൽ എന്റെ മാന്യത പോവും. കെട്ടിച്ചു വിടാറായ മക്കളുണ്ട് സാർ എനിക്ക്. അവരുടെ വിവാഹം പോലും പിന്നെ നടക്കില്ല. ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടാവും സാർ. സാർ, ഞാൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം സാർ. ദയവ് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് സാർ. സേവകൻ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ആവശ്യത്തിന് വരുന്ന പൊതുജനങ്ങളെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന നീ ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ വരുന്നോ? ഞാൻ യാചിക്കുകയാണ് സാർ, എന്നെ ഉപദ്രവിക്കരുത്. എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ മാപ്പ് പറഞ്ഞില്ലേ? ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. സാർ, ഈ പണം എടുത്തോ, ഞാൻ വെക്കോട്ടെ? അല്ല, ഞാൻ ക്ഷമിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ നാട്ടില് ഒരു നിയമമില്ലേ? ആ നിയമം നിന്നോട് ക്ഷമിക്കോ? ദേ അങ്ങോട്ട് നോക്കി. ഇത് വിജിലൻസ് DYSP ത്യാഗരാജൻ സർ. ഇദ്ദേഹത്തെ അറിയാമായിരിക്കും. ജയശങ്കർ, സ്ഥലം CI. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പരാതിക്കാരൻ ഞാനാണ്, തെളിവ് കൊടുത്തത് ഞാൻ തന്നെ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് സാറിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തവന്റെ കുറെ ഉപ്പ് താൻ തിന്നതല്ലേ? ഇനി താൻ വെള്ളം കുടിക്കും മോഹൻദാസേ. സന്തോഷത്തോടെ ദേ ഇവരുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. തന്നോട് ഞാൻ ക്ഷമിച്ചാൽ തന്റെ പണക്കൊതി മൂലം ഒരുപാട് പാവങ്ങളിവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നടക്കണ അങ്ങോട്ട്, പിടിച്ചോട് വാടോ ഇയാളെ. സാറേ, ഈ പെട്ടിയിൽ തൊണ്ടുമേലുണ്ട്, അതുകൂടെ എടുത്തോ. ഈ കരിക്ക് കച്ചവടക്കാരനെ കണ്ടുപിടിച്ചിട്ട് നിധിയുടെ അറസ്റ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി കുറുക്ക് വഴി നോക്കിയാലേ പറ്റൂ.
മുതലാളി പറയുന്നൊക്കെ ശരിയാണ്. കഴിഞ്ഞ മാസം പണം തരാമെന്നാ ഞാൻ ഏറ്റിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മഴയായിപ്പോയില്ലേ, കച്ചവടവും നടന്നില്ല. നാളെ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാ. ദയവ് ചെയ്ത് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഇയാളൊരു നല്ല ഏരയാണല്ലോ. നോക്കാം. നോക്കാവുന്നേ എനിക്ക് പറയാൻ പറ്റൂ. കിട്ടിയ നാളെ തന്നെ കൊണ്ടുതരാം. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ തല്ലുകയോ കട അടിച്ചു പൊളിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്. എന്താ വേണ്ടത്? ആരം വേണോ? അല്ല, എനിക്കൊരു സഹായം വേണമായിരുന്നു. സഹായോ? എന്ത് സഹായം? അതെ, എനിക്കിവിടെ വെച്ചൊരു അത്യാഹിതം സംഭവിച്ചായിരുന്നു. അത്യാഹിതോ? ദൈവമേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആര്? ആ കരിക്കച്ചവടക്കാരനാണോ കൊച്ചിന് വിഷം തന്നത്? അതെ, പിടിക്കുമെന്നായപ്പോഴാ അവൻ കടപൂട്ടി പോയി കളഞ്ഞ്. അല്ല, ഞാൻ എന്ത് സഹായം ചെയ്യണമെന്നാ കൊച്ചു പറഞ്ഞു വരുന്നത്? എന്റെ വയറ്റിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയവർക്കെതിരെ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. പക്ഷെ ഒരു സാക്ഷിമൊഴി കിട്ടിയ കേസ് ബലപ്പെടും. സാക്ഷിമൊഴി എന്ന് പറയുമ്പോ അവര് തമ്മിൽ സംസാരിച്ച കേട്ട ആരെങ്കിലും വേണ്ടേ? അവര് തമ്മിൽ പറഞ്ഞതെല്ലാം ചേട്ടൻ കേട്ടു. ഞാനോ? എപ്പോ കേട്ടു എന്ന് ചേട്ടൻ ഒരു കള്ളമൊഴി കൊടുക്കുന്നു. അയ്യോ, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഒരു 100 പ്രശ്നങ്ങളിൽ നിൽക്കുവാ ഞാൻ. ചേട്ടന്റെ പ്രശ്നം എനിക്കറിയാം. പണം കിട്ടാനുള്ളവര് ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുകയല്ലേ. നാളത്തെ ഒരു ദിവസം ചേട്ടന്റെ ലൈഫില് നിർണായകമായിരിക്കും. അവർക്ക് കൊടുക്കാനുള്ള പണം ഞാൻ തരാം. എനിക്ക് വേണ്ടി തിരിച്ചൊരു മൊഴി തന്നാ മാത്രം മതി. അത് കുഴപ്പമാവൂ? എന്ത് കുഴപ്പം? വെറും ഒരു മൊഴിയല്ലേ. കേസിൽ ചേട്ടൻ വാദിയോ പ്രതിയോ ഒന്നുമല്ല. പിന്നെന്ത് വരാനാ? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒന്ന് പറഞ്ഞാ മാത്രം മതി. അഡ്വാൻസ് ആയിട്ട് ദേ ഈ പണം പിടിച്ചേ. ബാക്കി ഞാൻ എത്തിച്ചോളാം. ഇത് പിടിക്ക് കേട്ടാ.